പുലി കടിച്ചു പുലിയുടെ തട്ട് നടക്കാൻ പറ്റുമോ? ഹലോ യൂട്യൂബ്, ദിസ് ഇസ് ജിറ്റോസ് ഡീമൻ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടാണ് ഈ മലയൊന്ന് കയറിയത്. ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മല ഇറങ്ങാനാണ്. മല കയറിയ പോലെ അത്രയ്ക്കും ടൈമൊന്നും എടുക്കില്ല ഇറങ്ങാൻ. വേണമെങ്കിൽ അത്യാവശ്യം ചാട്ടം ചാടി കഴിഞ്ഞാൽ നേരെ ഉരുണ്ട് വേഗം താഴേക്കെത്താവുന്നതാണ്. പറ്റാവുന്നത് പുല്ലുവാൻ പിടിച്ചു, പിന്നെ നിരങ്ങിയാണ് പറ്റാവുന്നതും താഴേക്കെത്താൻ നോക്കുന്നത്. എപ്പോഴെങ്കിലും കൈവിട്ട് പോയി നേരെ വീഴേണ്ട ഒരു അവസ്ഥ എത്താൻ പാടില്ല. ഉരുണ്ട് പോയിക്കോളും വേഗം താഴേക്ക്. ഇങ്ങനെ ഇറങ്ങുന്നതോടുകൂടി ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് മൊത്തം ചെളിയാവുന്നുള്ളൂ. എനിക്കല്ല പ്രശ്നം, വീട്ടുകാർക്ക് അലക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ അതേ അട്ട കടിച്ചേക്കാണ്, അറിഞ്ഞത് പോലുമില്ല. മൂന്നാറെത്തി ജസ്റ്റ് ഒന്ന് ഷൂ ഒരിപ്പോഴാണ് അട്ട കടിച്ചു എന്നറിയണത്. കാലുമ്പോൾ മൊത്തം ചോര. ഇപ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ അട്ട കടിച്ച് അതിനുള്ളിൽ ഞെരുങ്ങി പൊട്ടി ചോര മൊത്തം കാലുമേക്കാണ്. അപ്പുറത്തെ കാലുമേക്ക് നോക്കുമ്പോൾ ദേ അട്ട ചോര കടിച്ച് ദേ വീർത്തുകൊണ്ടിരിക്കുകയാണ്. പറ്റാവുന്നതും കൈവച്ച് പറിച്ചെടുക്കാതിരിക്കുക. പറിച്ചെടുത്താലുള്ള സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല്ല് നമ്മളെ കാലുമേ തന്നെ ഇരിക്കും. ആ സാധനം പോയാലും അത് പിന്നെ പഴുക്കാനും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അട്ടേനെ കൊണ്ട് തന്നെ സ്വയം ആ കടി പിടിപ്പിക്കണം. അതാണ് ആകെയുള്ള വഴി. ലൈറ്ററും വെച്ച് അതിനെ പറ്റാവുന്ന നോയിച്ച് അതിൻ്റെ കടിയൊന്ന് പിടിപ്പിച്ചേക്കാണ്. അപ്പം തന്നെ തട്ടിക്കളയാൻ വേണം. ലൈറ്റർ ഇല്ലെങ്കിൽ ഉപ്പാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. ഉപ്പിട്ടാൽ മതി, അത് പോയിക്കോളും. നല്ല സ്ഥലമാണ് ഗൈസ്, എല്ലാവരും വരണം ഗൈസ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ ബീഫ് ഒരു പിടിച്ച് കുറച്ച് ചാറിങ്ങനെ എടുത്ത് എന്നിട്ട് അണ്ടച്ചാറുള്ളത് ചാറിങ്ങനെ പിടിച്ച ഇതോടുകൂടി നമ്മുടെ പള്ളിവാസൽ കുരിശുമല കണ്ടു. മൂന്നാർ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് വിസിറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഇനിയും നല്ല രസകരമായ വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ പീസ് ഔട്ട്.